ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ രംഗം നേരിടുന്ന അതീവ ഗൗരവകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ദ വയർ പ്രസിദ്ധീകരിച്ച സ്കൂൾ അടച്ചുപൂട്ടലുകൾ, വിദ്യാർത്ഥി മരണങ്ങൾ, സ്കൂളിന് പുറത്താകുന്ന കുട്ടികൾ എന്ന ലേഖനം നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണെന്ന് അവകാശപ്പെടുമ്പോഴും ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി ഇരുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം സ്കൂളുകൾ അടച്ചിട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഏകദേശം 82 ആഴ്ചകളോളം നമ്മുടെ ക്ലാസ് മുറികൾ നിശബ്ദമായിരുന്നു. ഇത് വെറും ഒരു അവധിക്കാലമായിരുന്നില്ല, മറിച്ച് ഒരു തലമുറയുടെ അറിവിനും വളർച്ചയ്ക്കും മേൽ വീണ കരിനിഴലായിരുന്നു. ഡിജിറ്റൽ പഠനം ഒരു പരിഹാരമായി സർക്കാർ മുന്നോട്ട് വച്ചെങ്കിലും അത് എത്രത്തോളം പ്രായോഗികമായിരുന്നു? ഇന്ത്യയിലെ 24% കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്മാർട്ട് ഫോൺ ഉള്ളത്. ഗ്രാമീണ മേഖലകളിൽ ഇൻ്റർനെറ്റ് സൗകര്യം ഇന്നും ഒരു സ്വപ്നമാണ്. ഇത് പഠനത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചു. പഠനത്തിൽ പിന്നോക്കം പോയ കുട്ടികൾ, പ്രത്യേകിച്ച് ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ളവർ സ്കൂൾ ഉപേക്ഷിക്കാൻ ഇത് കാരണമായി. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ ഇന്ത്യയിൽ ഏകദേശം 20,000-ഓളം സ്കൂളുകളാണ് പൂട്ടിയത്. ഇതിൽ ഭൂരിഭാഗവും സർക്കാർ സ്കൂളുകളാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിന് ചേരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യം മൂലം പല കുട്ടികളും പഠനം നിർത്തി ജോലിക്ക് പോകാൻ നിർബന്ധിതരായി. പെൺകുട്ടികളുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. സ്കൂൾ പൂട്ടിയതോടെ പലയിടങ്ങളിലും ബാലവിവാഹങ്ങൾ വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്കൂൾ എന്നത് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ലഭിച്ചിരുന്ന പോഷകാഹാരത്തിൻ്റെ ഉറവിടം കൂടിയായിരുന്നു. സ്കൂൾ പൂട്ടിയതോടെ ഈ കുട്ടികൾ പോഷകാഹാരക്കുറവിനും ഇരയായി. ഈ ലേഖനത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളെക്കുറിച്ചാണ്. പഠനത്തിൽ പിന്നിലായി പോകുമോ എന്ന ഭയം, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അഭാവം, പരീക്ഷാ പേടി എന്നിവ മൂലം നിരവധി കുട്ടികളാണ് ജീവനൊടുക്കിയത്. വിദ്യാഭ്യാസം എന്നത് ജീവിതം കെട്ടിപ്പടുക്കാനുള്ളതാകണം, മറിച്ച് ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണമാകരുത്. എന്നാൽ നമ്മുടെ സിസ്റ്റം പരാജയപ്പെടുമ്പോൾ അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് പിഞ്ചു കുട്ടികളാണ്. സർക്കാർ ഈ മരണങ്ങളെ കേവലം വ്യക്തിപരമായ പ്രശ്നങ്ങളെ കാണാതെ ഒരു സാമൂഹിക ദുരന്തമായി കാണേണ്ടതുണ്ട്. പഠന നിലവാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് അടിസ്ഥാന വായനയും കണക്കും പോലും മറന്നുപോയ സാഹചര്യം നിലനിൽക്കുന്നു. നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പ്രകാരം പഠന നിലവാരത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം വിവേചനമാണ്. ഉയർന്ന ജാതിയിലുള്ള കുട്ടികളും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരും സ്വകാര്യ സ്കൂളുകൾ വഴി പഠനം തുടർന്നപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പൊതുവിദ്യാഭ്യാസം തകർക്കപ്പെട്ടു. ഇത് സമൂഹത്തിൽ വലിയൊരു അസമത്വം സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഒരു വെന്റിലേറ്ററായ അവസ്ഥയിലാണ്. കെട്ടിടങ്ങൾ പണിയുന്നത് കൊണ്ട് മാത്രം വിദ്യാഭ്യാസം മെച്ചപ്പെടില്ല. ഓരോ കുട്ടിക്കും തുല്യമായ അവസരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുട്ടികൾ സ്കൂളിന് പുറത്താകുന്നത് ഒരു രാജ്യത്തിൻ്റെ പരാജയമാണ്. അവർക്ക് ലഭിക്കേണ്ട അറിവും ഭക്ഷണവും സംരക്ഷണവും ഉറപ്പാക്കാൻ ഇനിയെങ്കിലും നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അറിവില്ലാത്ത അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു തലമുറയാകും നാം വാർത്തെടുക്കുന്നത്.